അവസാനം നീ വന്നല്ലടാ. അപ്പൊ നമ്മളെ ഒരു വണ്ടി വാങ്ങുമ്പോ ഈ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ ഒരു കൺഫ്യൂഷനും ഇല്ലാത്ത ഒരേ ഒരു ബ്രാൻഡേ ഉള്ളൂ എന്ന് നമുക്ക് 100% സേഫ്റ്റി തരുന്ന അല്ലെങ്കിൽ ട്രസ്റ്റ് തരുന്ന ഒരു ബ്രാൻഡ് ടയോട്ട. ഞാനിന്ന് വന്നിട്ടുള്ളതേ എന്റെ ഷർട്ടിനെ കുറിച്ച് പറയാനല്ല, ടയോട്ട ഫോർച്യൂണറിനെ കുറിച്ച് പറയാനാണ്. നമ്മുടെ ടയോട്ട ഇറങ്ങിയ കാലത്തെ ഫസ്റ്റ് ജെന്ന് 2011 മോഡലാണ്. അതിനുശേഷം ഒരു ജെൻ ഇറങ്ങി, അത് 2014 മോഡൽ ഒറിജിനൽ കേരളയാണ്. അത് റീ രജിസ്റ്റർ ആയിട്ടുള്ള വണ്ടിയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവനെ 1,20,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. പിന്നെ ഇവന്റെ ഒരു കാര്യം നമ്മൾ കൂടുതൽ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ചൂലയിച്ചിട്ട മാതിരി ആണ് ദിവസവും അതർ സ്റ്റേറ്റിൽ നിന്ന് ഇങ്ങനെ മറ്റേ നമ്മുടെ ക്രിസ്റ്റീം ഈ ഫോർച്യൂണർ ഇങ്ങനെ കിടക്കിടക്കിടാന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ചില കസ്റ്റമേഴ്സ് തിരയുന്ന ഒരു സാധനമുണ്ട്. അതെന്താണെന്ന് അറിയോ? ഒറിജിനൽ കേരള. അപ്പൊ ഈ ടൈപ്പ് 1 ഫോർച്യൂണർ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ നമ്മൾ വളരെ പോക്കറ്റിൽ ഒതുങ്ങാവുന്ന റേഞ്ചിലേക്ക് എത്തി. പണ്ടൊക്കെ നമ്മള് ഈ ഫോർച്യൂണർ എന്ന് പറയുന്നത് നമ്മളെ റോട്ടിൽ കൂടെ കാണുന്ന ഒരു സ്വപ്നം മാത്രമായിരുന്നു, എനിക്കൊക്കെ. മറ്റേ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇവനെ സംബന്ധിച്ച് ഈ 2011 മോഡലൊക്കെ നമ്മളിപ്പോ കൊടുക്കുന്ന വില എന്ന് പറഞ്ഞാൽ വെറും 8.5 ലക്ഷം രൂപയ്ക്കാന്നേ. അതും ഫുൾ ടൈം ഓഫ് റോഡ് ഉപയോഗിക്കാവുന്ന 4 വീൽ വണ്ടി. ഈ ടൈപ്പ് 1 മാത്രമേ ഉള്ളൂ ആ ഒരു പ്രത്യേകത, ഫുൾ ടൈം 4 വീലാണ്. ഈ ടയോട്ട എന്ന ബ്രാൻഡിനെ മാത്രം ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ഈ അതർ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ഒരുപാട് വാഹനങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന സാധനത്തിന് ആ ബ്രാൻഡിൽ മാത്രം ഒതുക്കുകയാണ്, ആ പേരിൽ മാത്രം ഒതുക്കുകയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഫോർച്യൂണർ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ക്വാളിറ്റി നമ്മൾ മെഷർ ചെയ്യും. ആ മെഷർമെന്റ് കറക്റ്റ് ആയിരിക്കും. ആ കറക്റ്റ് ഇല്ലാത്ത ഒരു വണ്ടിയും നമ്മൾ പർച്ചേസ് ചെയ്യാറില്ല. ഇതിന് 2014 ഒറിജിനൽ കേരള 2 വീൽ ഓട്ടോമാറ്റിക് ആകുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റേഞ്ചിൽ ലേശം കൂടുതൽ തന്നെയാണ്. നമ്മൾ അതർ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന റേറ്റ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെയാണ്. പക്ഷെ അത് തെരഞ്ഞു വരുന്നവരാണ് നമ്മളെ സംബന്ധിച്ച് കൂടുതൽ കസ്റ്റമേഴ്സ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ 2026 നമ്മൾ പുതിയൊരു സ്ട്രാറ്റജിയിലേക്ക് പോകുമ്പോൾ ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ വാങ്ങാൻ മാത്രമല്ല വിൽക്കാനും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഞങ്ങൾ വാങ്ങും. ജസ്റ്റ് കോൾ ടു LFC Kings.